ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലൈമറ്റ്, പുറത്തിങ്ങനെ സ്നോ ഫ്ലറീസ് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇവിടെ ഏറെക്കുറെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു ഒഫീഷ്യലി. പിന്നെ ഇന്നപ്പോൾ പുതിയൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സാലഡ് റെസിപ്പിയാണ്, കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ ഒരു സാലഡ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ലോ കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഇൻടേക്ക് ചെയ്യണം, എന്നിട്ട് ഡയറ്റ് ചെയ്യണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഡയറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മാക്സിമം ഞാൻ ചിലപ്പോൾ ഫോളോ ചെയ്യും. ഒരാഴ്ച ഇല്ല, 1, 2, 3 ദിവസം വരെയൊക്കെ ഞാൻ മാക്സിമം ഫോളോ ചെയ്യുമായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൺട്രോൾ പോകും. അപ്പം പക്ഷേ എന്തായാലും ഡെലിവറിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇച്ചിരി വയറൊക്കെ കുറയ്ക്കണം എന്നൊക്കെ അതിയായ ആഗ്രഹം ഉടലെടുത്തത് കൊണ്ട് ഞാനിവിടെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യാം ഫുഡിൻ്റെ അകത്ത്. അപ്പോൾ കൂടുതൽ സാലഡ് നമ്മൾ കഴിക്കുമ്പോൾ കൂടുതൽ വെജീസ് ഇൻടേക്ക് ചെയ്യും. അപ്പം നമുക്ക് അതിൻ്റേതായ ഗുണങ്ങൾ ബോഡിയിൽ കിട്ടുകയും ചെയ്യും. നമുക്ക് വിത്ത് എക്സസൈസും കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വെയിറ്റ് കുറഞ്ഞു വരാനായിട്ടും സാധിക്കുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നീലം പറയുന്നോ എന്തോ റെസിപ്പി? അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അസ്പരാഗസ് വെച്ചിട്ടാണ്. അസ്പരാഗസ് വിട്ടൊരു കളി എനിക്കില്ല. അപ്പോൾ അസ്പരാഗസ് പിന്നെ കയ്യിലുള്ള ബാക്കി എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ, നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എടുക്കാം. അപ്പോൾ അസ്പരാഗസ് വെച്ചിട്ടുള്ളൊരു സാലഡാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ടേസ്റ്റി ആയിരിക്കും എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം അസ്പരാഗസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ടൊരു 2.2 ഗ്രാം എന്താ പറയുക പ്രോട്ടീൻ ഉണ്ട്. പിന്നെ 3 എത്രയോ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. പിന്നെ 1 എത്രയോ ഫൈബർ ഉണ്ട്. അപ്പോൾ അതായത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫൈബറും ഒക്കെ ഒരുമിച്ച് അസ്പരാഗസിൻ്റെ അകത്തുണ്ട്. അപ്പം എന്തായാലും ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്കി വീഡിയോ പ്രിപ്പറേഷനിൽ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം എടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രേപ്പ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, കുക്കുംബറുണ്ട്, ലെറ്റസ് ഉണ്ട്. പിന്നെ എന്തൊക്കെ വേണോ അതൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ പീസും കൂടെ എടുത്തിട്ടുണ്ട്, ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 മുട്ട എടുത്ത് അത് അടിച്ചു വെച്ചിട്ടുണ്ട്. മുട്ടയും ഇച്ചിരി പാലും കൂടെ ചേർത്തിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അസ്പരാഗസിനെ കുനുകുനാന്ന് പറഞ്ഞ് കൊത്തി നുറുക്കി അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന അസ്പരാഗസ് ഒന്ന് ഇത്തിരി ഒലീവ് ഓയിലിൽ ഇട്ടിട്ട് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒലീവ് ഓയിൽ സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് ചിക്കി പൊരിച്ചെടുക്കും രണ്ടും കൂടെ. അപ്പോൾ അത് ചിക്കി പൊരിക്കുന്ന സമയത്ത് ഞാൻ ഗാർലിക് പൗഡറും പെപ്പർ പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സോൾട്ട്, ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ഒലീവ് ഓയിലാണ് സോട്ട് ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പം ചിക്കി എടുക്കാതെ നമുക്ക് ബോയിൽ ചെയ്തിട്ട് മുട്ടയാണെങ്കിലും ഇതിനകത്ത് യൂസ് ചെയ്യാം. ഏറ്റവും അവസാനം സാലഡ് ഉണ്ടാക്കി കഴിയുമ്പം ടോപ്പിങ്സ് ആയിട്ട് മുട്ട ബോയിൽ ചെയ്തത് കട്ട് ചെയ്ത് വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒലീവ് ഓയിലിൽ അസ്പരാഗസും മുട്ടയും കൂടി അല്പം ഉപ്പ്, കുരുമുളക്, പിന്നെ എൻ്റെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് തീർന്നു പോയി, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യായിരുന്നു. പിന്നെ ഇത്തിരി മിക്സഡ് ഹെർബും ഗാർലിക് പൗഡറും കൂടി ഇട്ട് സോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ ടോപ്പിംഗ് ആയിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഒലീവ് ഓയിലും അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി ഹണിക്ക് പകരം ഞാനിവിടെ മേപ്പിൾ സിറപ്പ് എടുത്തിരിക്കുന്നത്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കാര്യം എളുപ്പമാണ്. അതായത് നമ്മൾ സെറ്റ് ചെയ്യേണ്ട പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെജീസ് എല്ലാം, ഞാനവിടെ 2 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം 2 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഞാൻ അതെന്നിട്ട് സെറ്റ് ചെയ്യുവാണ്. ഓരോ വെജിറ്റബിൾസും പതുക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റും ഗ്രേപ്സും എല്ലാം ആഡ് ചെയ്ത്, ഗ്രേപ്സ് അല്ല ക്യാരറ്റും ടൊമാറ്റോയും കുക്കുംബറും പിന്നെ ആസ്പരാഗസിൻ്റെ മിക്സും അതെല്ലാം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും അവസാനം നമ്മൾ ആ ടോപ്പിംഗ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒലീവ് ഓയിലിൻ്റെയും മേപ്പിൾ സിറപ്പിൻ്റെയും ആ ഒരു മിശ്രിതം ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ചില്ലി ഫ്ലേക്സും കൂടെ ഇടുവാണെങ്കിൽ ടേസ്റ്റ് കൂടും. പിന്നെന്താ ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ ഒന്നുകൂടെ നമുക്ക് ആ ഒരു എരിവും കിട്ടും, അതേപോലെ ഒരു ടേസ്റ്റ്
ഇത്തിരി കൂടെ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ എൻ്റെ ചില്ലി ഫ്ലേക്സ് തീർന്നുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാതിരുന്നത്. പിന്നെ എല്ലാം കൂടെ അങ്ങ് ടോപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റാണ് നടത്തിയെങ്കിലും ഇതിനു മുമ്പ് ഞാൻ അസ്പരാഗസിൻ്റെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് മുട്ട ചിക്കി. അതെനിക്കിഷ്ടമായിരുന്നു, നല്ലതായിരുന്നു. അതേപോലെ തന്നെ ഇത് ഫസ്റ്റ് ട്രൈ ആണെങ്കിൽ കൂടി നല്ലൊരു സാലഡാണ്, ഹെൽത്തി വെയ്റ്റ് ലോസ് സാലഡാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതെനിക്ക് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.